ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സഭാപിതാക്കന്മാർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണത്. പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശ. കഴിഞ്ഞ ആഴ്ചയിൽ സ്നേഹിക്കുന്നതാണ് ആത്മീയത എന്ന ഒരു വലിയ ചിന്ത നമ്മൾ ശ്രവിച്ചു. സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത. അപ്പോൾ ആത്മീയതയിൽ വളരുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വളരുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിനോട് സ്നേഹത്തോട് ബന്ധപ്പെടുത്താതെ ഒരു ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുന്ന അനുഭവം എങ്ങനെയാണ് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. നിൻ്റെ ആരോരുമല്ലാത്തവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നിനക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നീ സ്നേഹത്തിൽ വളരുകയാണ്. നിനക്ക് ആരോരുമല്ല, നിൻ്റെ ആരുമല്ല അവരെ. പക്ഷേ അത്തരമൊരു സന്ദർഭത്തിൽ അവരെ സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും സഹായിക്കാനും നിൻ്റെ മനസ്സ് നിന്നെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് നീ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ സ്നേഹത്തിൽ വളരുകയാണ്. അതിന് ഉദാഹരണമായി നമ്മൾ കണ്ടത് നല്ല സമറായൻ്റെ കഥയാണ്. പാതയോരത്ത് മുറിവേറ്റ് കിടക്കുന്നവനെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റുമെന്ന് നല്ല സമറായൻ ചിന്തിച്ചില്ല. പുരോഹിതനും ലേവായനും അങ്ങനെ ചിന്തിച്ചു. ഇവനെ സഹായിക്കാൻ നിന്നാൽ എൻ്റെ സമയം പോകും, അങ്ങനെ പലതും എനിക്ക് നഷ്ടമാകും. പക്ഷേ പാതയോരത്ത് കിടക്കുന്ന ഈ മുറിവേറ്റ മനുഷ്യനെ കണ്ടപ്പോൾ നല്ല സമറായൻ ചിന്തിച്ചു, ഞാൻ ഇവനെ ഇപ്പോൾ സഹായിച്ചില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും? അപ്പോൾ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചാൽ പല നന്മ പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും. എന്നാൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ അവനെന്ത് സംഭവിക്കും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ആരോരുമല്ലാത്ത ഒരുവനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അത് സ്നേഹത്തിൽ വളർന്നു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമാണ്. രണ്ടാമതായി, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവന് കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് നിൻ്റെ സ്നേഹം വളരുകയാണ്. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടില്ല എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. സഹായിച്ചാൽ ഒരു നന്ദി വാക്ക് പോലും പറയില്ല എന്ന് ഉറപ്പുണ്ട്. അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയാണ്. അതാണ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി വേറെ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാനും നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും നിനക്ക് സാധിക്കുമെങ്കിൽ നീ സ്നേഹത്തിൽ വളരുകയാണ്. അപ്പോൾ സ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ തികഞ്ഞ സ്നേഹത്തിലേക്ക് ഉയരുക എന്നാണ് അർത്ഥം. തികഞ്ഞ സ്നേഹം എന്നാൽ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, സവിശേഷതകളിലേക്ക്, ശൈലികളിലേക്ക് ഒക്കെ വളർന്നുകൊണ്ട് വേണം സ്നേഹത്തിൻ്റെ കൂദാശ പരികർമ്മം ചെയ്യാൻ എന്നാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതിൻ്റെ പൊരുൾ. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് തികഞ്ഞ സ്നേഹത്തിലേക്ക് വളർന്ന് അനുരഞ്ജിതമായ മനസ്സോടെ സ്വർഗവാസികളോടുകൂടെ നമുക്കും ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പാഠങ്ങളിലേക്ക് ആഴമായി പ്രവേശിക്കാം. ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളെ അനുസ്മരിക്കുവാനും അനുഷ്ഠിക്കുവാനും ആഘോഷിക്കുവാനും വേണ്ടിയാണ് ഓരോ പരിശുദ്ധ കുർബാനയ്ക്കുമായി നമ്മൾ അണയുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ആ രക്ഷയുടെ അനുഭവത്തെ നിരന്തരമായി അനുസ്മരിക്കാനും രക്ഷകനോട് നന്ദിയുള്ള മനസ്സോട് ചേർന്ന് നിൽക്കാനും അങ്ങനെ രക്ഷകനിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും സ്വീകരിച്ച് ആത്മീയതയിലും ഭൗതികതയിലും വളരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധമായ ബലിയർപ്പണത്തിനായി നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. നമ്മൾ അനുസ്മരിക്കുന്നത് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളാണ്. നമ്മൾ അനുഷ്ഠിക്കുന്നത്, ബലിപീഠത്തിൽ അനുഷ്ഠിക്കുന്നത് ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്.
ജീവിതത്തിൽ ആഘോഷിക്കുന്നത് ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനുസ്മരണം നടക്കേണ്ടത് ബലിപീഠത്തിൻ്റെ ചുവട്ടിലും അനുഷ്ഠാനം നടക്കേണ്ടത് ബലിപീഠത്തിലും ആഘോഷം നടക്കേണ്ടത് ജീവിതത്തിലുമാണ്. ബലിയുടെ അനുസ്മരണം ശക്തമാകുമ്പോൾ അർത്ഥം അറിഞ്ഞ് ബലിപീഠത്തിൽ ബലി അർപ്പിക്കാൻ കഴിയും. അർത്ഥവത്തായി ബലിയർപ്പിച്ച് അതിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളുമ്പോൾ ജീവിതത്തിൽ ബലി ആഘോഷിക്കാനും കഴിയും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായിത്തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. അപ്പോഴാണ് ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായി ഒരാൾ ജീവിക്കാൻ തുടങ്ങുക. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച്, രക്ഷാകരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനുസ്മരിക്കുന്നതിനും അതിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നതിനും അനുഷ്ഠാനം നടത്തുന്നതിനുമൊക്കെ വേണ്ടി വരുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പ്രധാനമായും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരേണ്ടത്, ഉദിച്ചു വരേണ്ട പ്രാരംഭ ചിന്ത ദിവ്യരക്ഷകൻ്റെ തിരുപ്പിറവി എന്ന മഹാരഹസ്യമാണ്. മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള മഹാരഹസ്യമാണ് ആദ്യമായി പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാൻ വേണ്ടി വരുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ഉണ്ടാവേണ്ടത്. ദിവ്യരക്ഷകൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ നൽകുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും. ആ ഒരു പ്രാർത്ഥനയുടെ ബൈബിൾ പശ്ചാത്തലവും അത് നമുക്ക് നൽകുന്ന സന്ദേശവും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മനോഹരമായി നമ്മുടെ പരിശുദ്ധ കുർബാന നമുക്ക് ആരംഭിക്കാൻ പറ്റും എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. ഇത് മാലാഖമാരുടെ ഗീതമാണ്. മാലാഖമാരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ അറിയിപ്പ്. അവർക്ക് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഇറങ്ങി വന്ന മാലാഖമാർ ആദ്യം പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നാണ്. അത് 3 തവണ ആവർത്തിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. മാലാഖമാരുടെ പ്രാർത്ഥനകളിൽ ആവർത്തനം ഈ പ്രാർത്ഥനകളുടെ ശൈലിയാണ് എന്ന് മനസ്സിലാക്കണം. മാലാഖമാരുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ ഇങ്ങനെ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതേക്കുറിച്ച് നമ്മൾ കൂടുതലായി കാണും. ദൈവം മനുഷ്യ വർഗത്തിന് വേണ്ടി ചെയ്ത മഹത്തായ രക്ഷാകര പദ്ധതിയുടെ ഓർമ്മയാകണം ആദ്യ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. കാരണം മനുഷ്യാവതാരമാണ് നമ്മുടെ ചിന്താവിഷയം. മനുഷ്യാവതാരത്തിൻ്റെ സന്ദർഭമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ വരവിന് മുൻപായി ദൈവം ചരിത്രത്തിൽ നടത്തിയ രക്ഷാകര രഹസ്യങ്ങളെ മുഴുവൻ അനുസ്മരിച്ചുകൊണ്ട് വേണം ആ അനുസ്മരണത്തിൻ്റെ പൂർത്തീകരണമായി ഈ ലോകത്തിൽ ദൈവപുത്രൻ വന്നതിനെ നമ്മൾ പ്രത്യേകമായി ഓർത്ത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ വെറും ഒരു കാഴ്ചക്കാരെ പോലെ നിൽക്കുകയല്ല, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനാണ്, അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർ സന്നിഹിതരായിട്ടുള്ള ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയുടെ സമീപത്താണ്. ആ ഒരു ചിത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്ഥലകാല ബോധമുള്ളവരാകുക എന്ന വാക്ക് പരിശുദ്ധ കുർബാനയിൽ വളരെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഏകാഗ്രതയോടെ ബലിയർപ്പിക്കാൻ, ഭക്തിയോടെ ബലിയർപ്പിക്കാൻ, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുകൂടി അറിയണം. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൻ്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. അപ്പം അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ രക്ഷാകര പദ്ധതിയെ മുഴുവൻ അനുസ്മരിക്കുമ്പോൾ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന സന്ദർഭം മുതൽ, അത് പറുദീസയിൽ വെച്ചാണ് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത്. പിന്നീട് ആ ഒരു രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി ചരിത്രത്തെ ദൈവം ഒരുക്കുകയായിരുന്നു. അബ്രാഹത്തെ വിളിക്കുന്നത്, അബ്രാഹത്തിൻ്റെ സന്തതികളിലൂടെ പ്രവാചകന്മാർ അവരോട് സംസാരിച്ച് രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നത്, രക്ഷകൻ വന്ന് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആ രക്ഷകനെ സ്വീകരിക്കുവാൻ ജനത്തെ ഒരുക്കി കഴിഞ്ഞപ്പോൾ
ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം, അതുവരെയുള്ള സന്ദർഭങ്ങളെ ഈ സമയത്ത് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. പറുദീസ മുതൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ തിരുപ്പിറവി വരെയുള്ള സംഭവങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകണം. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായ ദിവ്യ പൈതലിൻ്റെ തിരുസന്നിധാനത്തിലാണ്. രാജകൊട്ടാരത്തിലും സത്രങ്ങളിലും ഇടം കിട്ടാത്ത ദൈവപുത്രന് പിറക്കാൻ ഇടം കിട്ടിയ കാലിത്തൊഴുത്തിൽ എനിക്കും ഇടമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് അവരോട് ചേർന്നാണ് നമ്മൾ നിൽക്കുക. ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ പിറക്കുന്ന സമയത്ത് അവിടെ ദൈവമുണ്ട്, ഈശോയുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധാത്മാക്കളുണ്ട്, വിശുദ്ധ യോസേപ്പും പരിശുദ്ധ അമ്മയുമുണ്ട്, പാവപ്പെട്ട ഇടയന്മാരുണ്ട്, വിജ്ഞാനികളായ രാജാക്കന്മാരുണ്ട്. എല്ലാവർക്കും അവിടെ ഇടമുണ്ട്. അപ്പോൾ നമ്മളെ ഏത് അവസ്ഥയിലാണ് വന്നതെങ്കിലും ആ സമയത്ത് കാലിത്തൊഴുത്തിലെ ശാന്തമായ ആ അന്തരീക്ഷത്തിൽ എനിക്കും അവിടെ ഇടമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് എന്ന ഓർമ്മയോടെ ഈ മാലാഖമാരുടെ ഗീതം നമ്മുടെ കാതുകളിൽ പതിയട്ടെ. മാലാഖമാരുടെ ഗീതം: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ബൈബിൾ എടുക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കുക, തുറന്നു വെച്ച് വായിക്കുക. അവിടെ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാണ് ഏറ്റവും മംഗളകരമായ ഒരു വാർത്ത. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് ആ സദ്വാർത്ത? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന്, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ ഒരു മംഗളവാർത്ത സംഭവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ സന്തോഷം ഉണ്ടാവേണ്ടതുണ്ട്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം സർവ്വതും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിലായിരിക്കുന്ന ആ ഈശോയെ കാണുവാനാണ്, ദൈവത്തെ കാണുവാനാണ് ഈ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ ഞാനിപ്പോൾ ആയിരിക്കുക. അവനെ തിരിച്ചറിയാനുള്ള അടയാളം വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വായിച്ചേ, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഒരു ചെറിയ മനുഷ്യ ശിശുവിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒന്നുമില്ലായ്മയുടെ നടുവിൽ കിടക്കുമ്പോൾ അവനെ തിരിച്ചറിയാനായി സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത അടയാളം അത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവാണ്. അതുകൊണ്ടാണ് മാനുഷികതയിൽ മറഞ്ഞിരിക്കുന്ന ദൈവീകതയാണ് ക്രിസ്തു എന്നൊക്കെ പറയുക. മാനുഷിക രൂപത്തിലും ഭാവത്തിലും മറഞ്ഞിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം. അതുകൊണ്ടാണ് ഈ ഇടയന്മാർക്ക് അവിടെ ചെന്ന് ദൈവത്തെ കണ്ട് സന്തോഷത്തോടെ മടങ്ങാൻ കഴിഞ്ഞത്, അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞത്. വളരെ സന്തോഷത്തോടെ അവർ കണ്ടതും കേട്ടതും പ്രഘോഷിച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാനും കണ്ടവരോടൊക്കെ ഈ രക്ഷകനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞതും അവർ നിൽക്കുന്നതും അവർ കണ്ടതും അവർ കേട്ടതും എന്തായിരുന്നുവെന്ന് രക്ഷാകര ചരിത്രത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിലായപ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഈ ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.
ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം കാണാം. അവർ അതിവേഗം എഴുന്നേറ്റ് മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികൾ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയാണ് കുർബാനയിലെ ആദ്യത്തെ പ്രാർത്ഥനയിൽ. അത്യുന്നതനായ ദൈവത്തെ, സ്വർഗസ്ഥനായ ദൈവത്തെ സ്വർഗവാസികളായ മാലാഖമാരോട് ചേർന്ന് ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന. അങ്ങനെ നമ്മൾ ദൈവത്തെ നിരന്തരമായി സ്തുതിക്കുവാനും അവൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് ഈ മഹത്വം അർപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയുടെ ബൈബിൾ അധിഷ്ഠിതമായ ശൈലി നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ശൈലിയാണ് നിരന്തരമായി ആവർത്തിക്കുന്നതിൻ്റെ പ്രതീകമായി 3 തവണ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് രേഖപ്പെടുത്തുക മാലാഖമാർ നമ്മെ അറിയിക്കുക. പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ 92-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എടുക്കുക. 92-ാം സങ്കീർത്തനം 1-ാം വാക്യം, അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞതയെ അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്രയോ ശ്രേഷ്ഠം. അപ്പം മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ശ്രേഷ്ഠമായൊരു കർമ്മമായി സങ്കീർത്തന പുസ്തകത്തിൻ്റെ 92-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി നമ്മൾ കാണുക. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. 150-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, 150:1. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പൂർണ്ണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവത്തെ നിരന്തരം സ്തുതിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധാത്മാക്കളും എല്ലാം ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവരോട് ചേർന്ന് നമ്മളും ഈ പ്രാർത്ഥനയിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് ചൊല്ലുമ്പോൾ ദൈവത്തെ നമ്മളും അവരോട് ചേർന്ന് പ്രകീർത്തിക്കുകയാണ്, സ്തുതിക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, അത് എല്ലാവരും ഒന്ന് പറയുക. ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. പറഞ്ഞ്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. സ്തുതിക്കുന്നവരുടെ സമൂഹത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവിടെ ഉപവിഷ്ടനാവുകയാണ്. കാരണം ദൈവം ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനാണ്. അവനെ പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിക്കുന്നതാണ് ദൈവാരാധനയുടെ കാമ്പ്. അതാണ് ആദ്യമേ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാലിത്തെഴുത്തിലെ പുൽത്തൊട്ടിയിൽ ഭൂജാതനായ ദിവ്യ പൈതലിനെ മാലാഖമാരോട് ചേർന്ന് നമുക്കും സ്തുതിക്കാം. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് നിരന്തരമായി സ്തുതി അർപ്പിക്കാം. ദൈവസ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ആലാപനം, അതിൻ്റെ ആവർത്തനം മാലാഖമാരുടെ പ്രാർത്ഥനാ ശൈലിയാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ടാണ് ആവർത്തനം മാലാഖമാരുടെ പ്രാർത്ഥനാ ശൈലിയാണ്. എന്തുകൊണ്ടാണ് 3 തവണ ആവർത്തിക്കുന്നത്? ഒരു തവണ പ്രാർത്ഥിച്ചാൽ പോരെ, ഒരു തവണ ചൊല്ലിയാൽ പോരെ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അത് മാലാഖമാരുടെ പ്രാർത്ഥനാ ശൈലി അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആ ശൈലിയിൽ തന്നെ ചെല്ലണം. അതാണ് പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ ചിന്ത. അതുകൊണ്ടാണ് അത് 3 തവണ ചെല്ലുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഈ ദൈവസ്തുതിയുടെ ആവർത്തനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വചനഭാഗമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും വായിച്ചേ. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ്
ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, അവർ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ ആവർത്തനം മാലാഖമാരുടെ ശൈലിയാണെന്നും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഈ ദൈവസ്തുതി നിരന്തരമായി ആവർത്തിക്കാതിരിക്കാനാവാത്ത വിധം പ്രാർത്ഥന ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് പരിശുദ്ധൻ 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 എന്ന് ചൊല്ലുന്നത് അർത്ഥവത്തായ പ്രാർത്ഥനയായി മാറുക. അല്ലാത്തത് വെറും ആവർത്തനം മാത്രമാണ്. പക്ഷേ അർത്ഥവത്തായി അനുഭവിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു അവബോധത്തിലേക്ക് വളർന്നു വരുമ്പോഴാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ വരുമ്പോൾ അവിടുന്ന് പരിശുദ്ധനാകണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് ഏറ്റുചൊല്ലാനായിട്ടുള്ളത്? അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധ കുർബാനയുടെ ആരംഭം നമ്മൾ കുറിക്കുക. അതിന് പ്രത്യുത്തരം നൽകുക. ഇത് മാലാഖമാർ ചൊല്ലിയ പ്രാർത്ഥനയാണ്. അതിന് പ്രത്യുത്തരമായി നമ്മൾ ചൊല്ലുന്നത് ആമേൻ എന്നാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. അപ്പോൾ മാലാഖ പറഞ്ഞത്, മാലാഖമാർ പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, ആമേൻ ചൊല്ലുമ്പോൾ ഞാനും ആ പ്രാർത്ഥനയുടെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികളായ മാലാഖമാരുടെ പ്രാർത്ഥനകൾക്ക് ഭൂവാസികളായ മനുഷ്യൻ ആമേൻ പറയുമ്പോൾ സ്വർഗീയ പ്രാർത്ഥനയിൽ നാം പങ്കാളിയായി മാറുന്നു. അപ്പോൾ ഓരോ ആമേൻ പറയുമ്പോഴും ആ പ്രാർത്ഥനയെ ഞാനും ഏറ്റെടുക്കുകയാണ്, ഞാനതിനെ ഉൾക്കൊള്ളുകയാണ്, അതിനോട് പൂർണ്ണമായി ഞാനും ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനയും, പരിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും അത്രയും പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധയോടെ വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. എല്ലാ പ്രാർത്ഥനകളും ഒരു പ്രാർത്ഥന പോലും ഉപേക്ഷിക്കാത്ത വിധത്തിൽ ഏകാഗ്രമായി ഈ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആഴമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. മറ്റൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് നെഹെമ്യായുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 6-ാം വാക്യമാണ്. നെഹെമ്യായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 6-ാം വാക്യം. എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. എസ്ര അത്യുന്നതനായ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കരങ്ങൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിച്ചു, സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആമേൻ എന്ന് പറയുമ്പോൾ അതിനോട് പൂർണ്ണമായി നമ്മൾ യോജിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന പ്രക്രിയയിൽ സ്വർഗവാസികളുടെ പ്രാർത്ഥനയിൽ നമ്മളും പങ്കുചേരുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ നാളുകളിൽ 41-ാം സങ്കീർത്തനവും 72-ാം സങ്കീർത്തനവും 106-ാം സങ്കീർത്തനവും ഒക്കെ അവസാനിക്കുന്നത്, അവിടുത്തെ സ്തോത്രഗീതങ്ങൾ അവസാനിക്കുന്നത് ആമേൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. പ്രാർത്ഥനകൾക്ക് അവസാനം ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുക. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 41-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യം. 41:13 ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ, ആമേൻ ആമേൻ എന്ന് അവർ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് പല സങ്കീർത്തനങ്ങളും അവസാനിക്കുന്നത് ആമേൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രത്യുത്തരം ചൊല്ലണം, ആമേൻ എന്ന് ബോധപൂർവം ചൊല്ലണം. ഇത് പരിശുദ്ധ ബൈബിളിൽ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിലേക്ക് വരിക. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെ ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. അവിടെ നമ്മൾ വായിക്കുകയാണ്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും
ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ പേരാണ് ആമേൻ. അത് വെളിപാട് പുസ്തകത്തിൻ്റെ 3:14 നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ പേര് ആരാണ്? ആ ദൈവം വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന വചനം, അതാണ് ദൈവപുത്രൻ. അതാണ് ആമേൻ. ആമേൻ അരുളി ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. സ്വർഗവാസികളുടെ അധരങ്ങളിൽ ആമേൻ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ഈ സ്വർഗീയ ആരാധനയിലാണല്ലോ നമ്മളെല്ലാവരും പങ്കുചേരുക. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകൾക്കും ഏറ്റവും ചെറുതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട് എന്ന തിരിച്ചറിവോടെ വേണം അതിൽ പങ്കുചേരാൻ. ഇങ്ങനെ ആമേൻ പറയുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നു. ഭൂമിയിൽ ദൈവസംപ്രീതിയുള്ളവർക്ക് സമാധാനവും നല്ല ശരണവും പ്രത്യാശയും. അപ്പോൾ അതുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അതിൻ്റെ കൂടെ ആമേൻ പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, ദൈവസംപ്രീതിയുള്ളവർക്ക് സമാധാനവും നല്ല ശരണവും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ആരോടാണ് ആദ്യമായി മാലാഖ പറയുക? അത് ഇടയന്മാരോടാണ് എന്നതാണ് സത്യം. അഗതികളായ ഇടയന്മാർക്കാണ് മാലാഖമാരുടെ മംഗളഗീതം ശ്രവിക്കുവാനുള്ള ഭാഗ്യം ആദ്യം ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഇടയന്മാർക്ക് ഈ മംഗളമായ കാര്യം ആദ്യം ശ്രവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തത്? അതിന് കാരണമെന്ന് പറയുന്നത് അഗതികളായ ആട്ടിടയന്മാരാണ് അവർ. ഒന്നുമില്ലാത്ത അഗതികൾ സമ്പൂർണമായി ദൈവത്തിൽ ശരണം വയ്ക്കുന്നവരാണ്. എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവത്തിൽ ശരണപ്പെടാനാവില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നവർക്ക് തോന്നുകയാണ്. എന്നാൽ ഒന്നുമില്ലാത്തവന് ദൈവമല്ലാതെ മറ്റാരുമില്ല. പാവപ്പെട്ട ഇടയന്മാർ അഗതികളായിരുന്നു. അഗതി എന്ന വാക്ക് ഗതിയില്ലാത്തവൻ, അതാണ് അഗതി. അഗതിക്ക് ദൈവമല്ലാതെ മറ്റാരാണ് ഉള്ളത്? അതുകൊണ്ടാണ് അവർക്ക് ഇത് ശ്രവിക്കുവാനുള്ള ഭാഗ്യം ആദ്യമേ ലഭിച്ചത്. അവരഗതികളായതുകൊണ്ട് ദൈവത്തിൽ സമ്പൂർണമായി ശരണം വയ്ക്കാൻ അവർക്ക് സാധിച്ചു. അവരിൽ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവരിൽ ദൈവമെന്നും സംപ്രീതനാണ്. ദൈവം സംപ്രീതരായവർക്ക് നൽകുന്ന ദാനമാണ് സമാധാനവും പ്രത്യാശയും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ദൈവം തരുന്ന മഹത്തായ ദാനമാണ് സമാധാനവും നല്ല പ്രത്യാശയും നല്ല ശരണവും. നിത്യനായ ദൈവം നൽകുന്ന ഈ ദാനങ്ങളും അവയ്ക്കുള്ള പ്രത്യുത്തരമായ ദൈവസ്തുതിയും എപ്പോഴും തുടരാൻ വേണ്ടിയാണ്. ഇത് ഒരിക്കൽ മാത്രം ഒരു ദാനം കിട്ടുമ്പോൾ അതിന് ആ സമയത്ത് മാത്രം നന്ദി പറയാനുള്ളതല്ല. പ്രത്യുത അത് നിരന്തരമായി തുടരേണ്ട പ്രക്രിയയാണ്. ദൈവസ്തുതി മനുഷ്യൻ്റെ അധരങ്ങളിൽ സദാ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ തിരുനാമത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും. ആ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നിരന്തരമായി നമ്മുടെ നാവുകളെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ സൂചിപ്പിക്കുക. നിത്യനായ ദൈവം നൽകുന്ന ഈ ദാനങ്ങളും അവയ്ക്കുള്ള പ്രത്യുത്തരമായി ദൈവസ്തുതിയും എപ്പോഴും തുടരാൻ വേണ്ടിയുള്ളതാണ്. നശ്വരമായ ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന വിശ്വാസിയുടെ ദൈവകീർത്തന ആലാപനം സ്വർഗത്തിലാണ് അവസാനിക്കുന്നത്. പാതി വഴിയിൽ ദൈവസ്തുതികൾ അവസാനിക്കുന്നില്ല, സ്വർഗം വരെ അത് തുടരുന്നതാണ്. സ്വർഗത്തിലെ നിത്യസ്തുതിയുടെ മുന്നാസ്വാദനമാണ് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ ആമേൻ പല തവണ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പ്രാർത്ഥനയുടെ തൊട്ടു പിന്നാലെ പരിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസ്മരിച്ചുകൊണ്ടാണ് ബലിയർപ്പണത്തിനായിട്ട് വരുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും സ്തുത്യർഹമായ മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും കാരണമാക്കുന്ന ആ ബലിയിൽ പങ്കുചേരുമ്പോൾ രക്ഷാകര ചരിത്രം മുഴുവൻ അനുസ്മരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ രക്ഷാകര ചരിത്രത്തിൻ്റെ അനുസ്മരണം നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്തിലെ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട്, രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാന മുന്നോട്ട് പോവുകയാണ്.
ദൈവം നൽകുന്ന കൃപകൾക്ക് നിരന്തരമായി നന്ദി പറയുന്ന ശൈലിയിലേക്ക് വളരാൻ നമ്മളെ ഇത് പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ബാക്കി പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. നമ്മുടെ ഖുർആനെ ആരംഭിക്കുന്നത് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അത് അനേക തവണ ആവർത്തിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഈശോ പഠിപ്പിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അതിൻ്റെ കാനോനകൾ കൂട്ടിച്ചേർത്ത് മനോഹരമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ വന്നു നിൽക്കുന്നത് കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയുടെ സമീപത്താണ്. അവിടെ വെച്ചാണ് നമുക്ക് ആദ്യം ഈ ദിവ്യ പൈതലിനെ ദർശിക്കാൻ കഴിയുക. അപ്പോൾ മാലാഖമാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്, അവൻ ആമേൻ പറയുകയാണ്. ഇതിങ്ങനെ തുടരുമ്പോഴാണ് ഈശോ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വപ്രസിദ്ധമായ ആ പ്രാർത്ഥന അതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരിക. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർമ്മിക്കേണ്ടത്, ഒലിവുമലയുടെ മുകളിലുള്ള ഒരു ഗുഹയിൽ വെച്ചാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തത്. ഈശോ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ബാക്കി പറഞ്ഞേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കുക. അപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ഈശോ ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യന്മാരത് ആവർത്തിക്കുന്നു. ഇങ്ങനെ ശിഷ്യന്മാരോട് കൂടെ ഈശോയിൽ നിന്ന് കേട്ട ആ പ്രാർത്ഥന അതേ വികാരങ്ങളോടെ, അതേ ഭാവങ്ങളോടെ ഞാനും ബലിപീഠത്തിനരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഈശോ ചൊല്ലിക്കൊടുത്തത് ശിഷ്യന്മാർ ഏറ്റുചൊല്ലിയ അതേ മനോഭാവത്തോടെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മളും ചൊല്ലുക. ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതിൻ്റെ ആരംഭം കുറിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം അത്യുന്നതങ്ങളിലായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തെയും സകല സ്വർഗവാസികളുടെയും നടുവിൽ സിംഹാസനത്തിലിരിക്കുന്ന അത്യുന്നതനായ പിതാവായ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുവാൻ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം ദൈവപുത്രനായ ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിച്ചു. ഈശോ നമ്മളെ ദൈവമക്കളാക്കി ഉയർത്തിക്കൊണ്ട്, ദൈവപുത്രന്മാരാക്കി മാറ്റിക്കൊണ്ട്, പുത്രിമാരാക്കി മാറ്റിക്കൊണ്ട് ഈശോ ചൊല്ലുന്ന പ്രാർത്ഥന ഈശോയോട് ചേർന്ന് നിന്ന് ചെല്ലാൻ ഈശോ നമ്മോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലാനുള്ള അവകാശം നമുക്കുണ്ടായത്. ഈശോ അധികാരപ്പെടുത്തിയപ്പോഴാണ്, ഈശോ നമ്മളെ മക്കളായി പരിഗണിച്ച് ഉയർത്തിയപ്പോഴാണ്. പിതാവായ ദൈവത്തെ ഈശോയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പിതാവായ ദൈവമാണ് നമ്മുടെ അപ്പൻ എന്ന ഓർമ്മയോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്തു. ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് വേണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് മനുഷ്യാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലെ ആദ്യ പ്രാർത്ഥനയിൽ തന്നെ ഭൂവാസികളായ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു മനുഷ്യാവതാരം. അതുകൊണ്ട് മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഉയർത്തുമ്പോഴാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയുടെ തൊട്ടു പിന്നാലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട്
ഈ പിതാവായ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് മനസ്സുകളെ ഉയർത്തിക്കൊണ്ട് നമുക്കും ഈശോയോട് കൂടെ അപ്പസ്തോലന്മാരോട് കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ് ഞാൻ ചെല്ലുന്നത് എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് 12 ശിഷ്യന്മാരുടെ കൂടെയാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുക. പരിശുദ്ധ കുർബാനയിൽ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയെ മറ്റ് പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത്, കാനോനുകളെല്ലാം കൂട്ടിച്ചേർത്ത് മനോഹരമാക്കി നമുക്ക് നൽകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെല്ലുന്നത്. കുർബാനയിലെ പ്രാർത്ഥന ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. അവിടെ നമ്മൾ അവിടെ നമ്മൾ ചൊല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചേർന്ന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ ദൈവസ്തുതി കൂടെ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പഴയ ചരിത്രം മുഴുവൻ ചേർത്ത് വെച്ചാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് പോവുക. അതിനുശേഷം വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നീ എന്തു പ്രാർത്ഥിക്കുന്നുവോ അത് നീ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് വിശ്വസിക്കണം. ശാപം കൊണ്ട് നിറഞ്ഞതല്ല ഈ ഭൂമി, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂമി. മറ്റുള്ളവരുടെ വാക്കുകൾക്കപ്പുറത്ത് അതിനെയെല്ലാം കഴുകി വിശുദ്ധീകരിക്കാൻ കഴിയുന്ന, മഹത്വീകരിക്കാൻ കഴിയുന്ന, എൻ്റെ ചുറ്റുവട്ടങ്ങളെ വിശുദ്ധീകരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞ ഒരു മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നിട്ട് വേണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വീണ്ടും നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, ആദിയിലെ പോലെ ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന് ചൊല്ലുന്നത് പരിശുദ്ധ കുർബാന ത്രിത്വത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണത് 3 തവണ ആവർത്തിക്കുന്നതും. പ്രാർത്ഥനകൾക്കിടയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ ചൊല്ലുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിക്കുന്നു. ഈശോ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന അപ്പസ്തോലന്മാരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരാധനാക്രമമെന്ന പരിശുദ്ധ കുർബാന എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാക്രമം നമ്മൾ ആരംഭിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഘടനയും അത് എങ്ങനെയൊക്കെയാണ് വേർതിരിച്ച് വെച്ചിരിക്കുന്നതും ഇവ തമ്മിലുള്ള ബന്ധവുമൊക്കെ ഇനിയുള്ള നാളുകളിൽ നമുക്ക് കൂടുതൽ ആഴങ്ങളിൽ പഠിക്കുവാനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് ഞാൻ നിൽക്കുന്ന ഇടവും എൻ്റെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏകാഗ്രമായ മനസ്സോടെ, തികഞ്ഞ സ്നേഹത്തോടെ, അനുരഞ്ജിതമായ മനസ്സോടെ ഈ പരിശുദ്ധമായ തിരുക്കർമ്മം പരിശുദ്ധമായി ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ ബലിപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന്
പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് തിരുമുൽ കാഴ്ചയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ ആഴമായ അനുഭവത്തിലേക്ക്, നിന്നിലുള്ള അടിയുറച്ച വിശ്വാസത്തിലേക്ക് ഞങ്ങളെയും കൊണ്ടുവരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.